ഖബറിൽ നിന്ന് ഒരു കത്ത്. ഹലോ ചങ്ങായിമാരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയുമായിരിക്കും അല്ലേ? എൻ്റെ പേര് മുഹമ്മദ് ഷഹബാസ്. താമരശ്ശേരിയിലെ ചുങ്കമാണ് എൻ്റെ സ്വദേശം. MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. എനിക്ക് 15 വയസ്സായിരുന്നു. വീട്ടിൽ ഉപ്പയും ഉമ്മയും ചെറിയ 3 അനിയന്മാരുമാണ്. എൻ്റെ ഉപ്പ പ്രവാസിയായിരുന്നു. എല്ലാവരുടെയും പോലെയും തന്നെ വീടെന്ന് സ്വപ്നം കണ്ട് എൻ്റെ ഉപ്പയും ഒരു ചെറിയ വീടിൻ്റെ ചിത്രം മനസ്സിൽ വരച്ചിട്ടു. വീടിൻ്റെ പണി തുടങ്ങി ഏകദേശം പകുതി പണിയായപ്പോഴാണ് കൊറോണ വന്നത്. പാവം എൻ്റെ ഉപ്പ അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിൽ വന്നത്. പിന്നെ പറയണ്ടല്ലോ, ആകെ സാമ്പത്തിക പ്രതിസന്ധി. വീടാണെങ്കിൽ ജപ്തിയും. അങ്ങനെ എൻ്റെ ഉപ്പ പാടെ ഒരു ചങ്ങായിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ലോൺ അടച്ചു. ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത്. വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധികൾ അങ്ങനെ വന്നും പോയും ഇരുന്നുവെങ്കിലും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്നിലായിരുന്നു മുഴുവനും പ്രതീക്ഷ. മൂത്ത മകൻ എന്ന സ്ഥാനത്ത് നിന്ന് ഞാനും അവർക്ക് നല്ല സമാധാനം നൽകിയിരുന്നു. അവർക്ക് എന്നെയും എനിക്ക് ഓറെ വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ മക്കൾക്ക് ഒരു കുറവും എൻ്റെ ഉപ്പയും ഉമ്മയും വരുത്തിയിട്ടില്ല. എൻ്റെ മാമന്മാരെ വിളിച്ച് നിക്ക് പഠിക്കണമെന്നും നല്ല ജോലി വാങ്ങണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അവരും നല്ല സപ്പോർട്ടായിരുന്നു. സത്യം പറയാലോ, എൻ്റെ ഉപ്പാടെ കഷ്ടപ്പാട് കണ്ടിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു ലക്ഷ്യം എന്നിൽ ഉടലെടുത്തത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അനിയന്മാരെയാണ്. ഓരാണ് എൻ്റെ എല്ലാം. അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഞാനൊരു ഫുട്ബോൾ ഭ്രാന്തനായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും പതിയെ പിന്മാറി. പഠിത്തത്തിൽ മാത്രമായി എൻ്റെ മുഴുവൻ ശ്രദ്ധയും. പഠിക്കണം, നല്ല ജോലി വാങ്ങണം, ഉപ്പാക്കും ഉമ്മാക്കും അനിയന്മാർക്കും താങ്ങും തണലും ആവണം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു, നല്ലോണം പരിശ്രമിച്ചു. അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ചു മനസ്സിലാക്കി. റിമിഡൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെ എഴുതി എൻ്റെ SSLC പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് എൻ്റെ അടുത്ത കൂട്ടുകാരനോട് ഓനെ ചങ്ങായിമാർ തല്ലി എന്ന് പറഞ്ഞത്. നമ്മുടെ ഉറ്റ സുഹൃത്തിന് ആരെങ്കിലും തല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ? അതേ ഫീലിംഗ് ആണ് എനിക്കും ഉണ്ടായത്. ഞാൻ ഓൻ്റെ കൂടെ ചോദിക്കാൻ പോയി. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഓർ സംഘം ചേർന്ന് എന്നെ കൊല്ലാൻ നിൽക്കുകയാണെന്നുള്ള കാര്യം. ഒരു പക്ഷേ അത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ഓർ എന്നെ കൊന്നാൽ എൻ്റെ കുടുംബത്തിന് പിന്നെ ആരാണുള്ളത്? ഞാൻ ചെന്നപ്പോൾ ഓർ എന്നെ തല്ലി. എന്തുകൊണ്ടാണ് തച്ചതെന്നറിയോ? നമ്മുടെ കറാട്ടക്കാർ ഒക്കെ ഉപയോഗിക്കുന്ന നെഞ്ചക്കില്ലേ, അത് ഉപയോഗിച്ചാണ് എന്നെ തല്ലിയത്. ഇനിമയിലൊക്കെ ഞാൻ അത് കണ്ടിട്ടേ ഉള്ളൂ. കരുതുന്ന പോലൊന്നും അല്ല കേട്ടോ, നല്ല വേദനയായി അതിന്. അതും ഓരോ എൻ്റെ തലക്കാണ് തല്ലിയത്. എൻ്റെ ജീവനങ്ങ് ശിരസിൽ കയറി. എല്ലാവരും പറയാറില്ലേ കണ്ണീന്ന് പൊന്നീച്ച പാറി എന്നൊക്കെ, അത് ഞാൻ അന്ന് ശരിക്കും അനുഭവിച്ചു. ഞാൻ വേദനയോടെ പൊളയുന്നത് കണ്ട് ഒരു ആനന്ദത്തോടെ നോക്കി നിന്ന്. അവരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന മട്ടായിരുന്നു ഓർക്ക്. ആതാപത്തോടെ നിറഞ്ഞ വേദനയോടെ ഞാൻ അവരെ നോക്കി. ആരുടെയും കണ്ണിൽ ദയയുടെ ഒരു അംശം പോലും ഇല്ല. ഓർക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ അല്ലേ? ഞാൻ മാറിപ്പോയനെ. ഞാൻ കരുതിയില്ല അവരുടെ കയ്യിൽ നെഞ്ചക്കും ഇരുമ്പ് കട്ടയും കത്തിയും ഒക്കെ ഉണ്ടാകുമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും ഓരെന്നെ സഹപാഠികളല്ലേ. ഓർക്കൊക്കെ ജീവിക്കാൻ പൂതിയുള്ളത് പോലെ എനിക്കും ഉണ്ടെന്ന് ഓർക്ക് അറിയുമായിരുന്നില്ലേ? എൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഞാനാണെന്നും ഓർക്ക് അറിയാം. എന്നിട്ടും ഓൾ എന്നോട് അങ്ങനെയൊക്കെ ചെയ്തു. സഹിക്കുന്നില്ലട്ടാ. അടിയൊക്കെ കഴിഞ്ഞ് ഉള്ള ബോധത്തിൽ ഞാൻ എൻ്റെ വീട്ടിലെത്തി. പാവം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആ കാഴ്ച സഹിക്കുന്നതിലപ്പുറമായിരുന്നു. അത്രയ്ക്കും ഇഷ്ടമാണ് ഓർക്ക് എന്നോട്. എനിക്കിപ്പോഴും അറിയില്ലായിരുന്നു എൻ്റെ ദുനിയാവിലെ അവസാന നിമിഷങ്ങളാണ് അതെന്ന്. അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ഉപ്പാനെ ഉമ്മാനെ അനിമാരെ കെട്ടിപ്പിടിച്ച് ഓർക്ക് ഒരു മുത്തം കൊടുത്തേനെ. എൻ്റെ തലയൊക്കെ നന്നായി പെരുക്കുന്നുണ്ടായിരുന്നു. തല വലുതാവുന്നത് പോലെ എനിക്ക് തോന്നിയത്. പാവം എൻ്റെ ഉമ്മ കുറേ കരയുന്നുണ്ട്. എൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റരുതേ എന്ന് നെഞ്ചത്തടിച്ചു പടച്ചവനോട് കേണപേക്ഷിക്കുന്നുണ്ട്. ഓളുടെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ടല്ലേ അല്ലേ? എൻ്റെ ഉമ്മയുടെ സമനില തെറ്റിയുള്ള പ്രാർത്ഥന കേട്ട് ഒരു നിമിഷം പടച്ചോൻക്കും പൂതി ഉണ്ടായിട്ടുണ്ടാകും ഓർക്ക് എന്നെ തിരിച്ചു കൊടുക്കാൻ. പക്ഷേ എൻ്റെ ചെങ്ങായിമാർ എൻ്റെ തലക്കല്ലേ തല്ലിയിരിക്കണത്. തലയോട്ടിയിലൊക്കെ പൊട്ടിയുണ്ടായിട്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാണ്? ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ എൻ്റെ ഉപ്പാക്ക് എന്നെ ചികിത്സിക്കാൻ
വാങ്ങാനൊക്കെ എവിടെന്നാ പണം? പാവം എൻ്റെ ഉപ്പ അതും എവിടെന്നേലും ഒക്കെ ഉണ്ടാക്കും. എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി പടച്ചോൻ എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ദുആക്ക് മുന്നിൽ കണ്ണടച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഉപ്പയും ഉമ്മയും അനിയന്മാരും കുടുംബങ്ങളും അയൽക്കാരികളും എൻ്റെ ചങ്ങായിമാരൊക്കെ എൻ്റെ ചുറ്റും ഇരുന്ന് കരയുകയാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും അവസാന യാത്ര പോകാൻ അണിഞ്ഞിരുങ്ങി കിടക്കുകയാണ്. എൻ്റെ ഉമ്മാനോട് ഉപ്പാനോട് കരയണ്ട എന്ന് പറയാൻ എനിക്ക് കഴിയില്ലല്ലോ. ഓരോന്ന് സമാധാനിപ്പിക്കാൻ പോലും പറ്റില്ല. എൻ്റെ ചങ്ങായിമാരൊക്കെ എന്നെ എത്ര അധികം സ്നേഹിച്ചിരുന്നു. നോക്കി ഓലൊക്കെ എന്ത് കരച്ചിലാണ്. ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് എത്ര അധികം ആൾക്കാരാണ് എൻ്റെ വീട്ടിൽ. ആരുടെയും ഒന്നും പറയാനും മിണ്ടാനും സമാധാനിപ്പിക്കാനും പറ്റാണ്ട് ഞാൻ അങ്ങനെ കിടക്കാണ്. റിപ്പോർട്ടർമാർ എൻ്റെ ചങ്ങായിമാരോടും ഉപ്പാനോടും ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെ എന്നെക്കുറിച്ച് ചോദിക്കുകയാണ്. ഒന്നെക്കുറിച്ച് ആരൊക്കെ എങ്ങനെ മോശം പറയുന്നില്ല. കാരണം ഞാൻ അത്രയും നല്ല കുട്ടിയായിട്ടാണ് വളർന്നത്. എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ എല്ലാവരും ബഹുമാനിക്കാനും സ്നേഹിക്കാനുമാണ് പഠിപ്പിച്ചത്. ചെറുപ്പം മുതൽ ഞാൻ അതല്ലേ ശീലിച്ചത്. ഞാൻ ആരെ ഇന്ന് വരെ ദ്രോഹിച്ചിട്ടില്ല. എല്ലാവർക്കും ഞാൻ സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പാവം പിടിച്ച എൻ്റെ ഉപ്പ ഓരോട് സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എൻ്റെ ഉപ്പയുടെ ആകെ പ്രതീക്ഷ ഞാനായിരുന്നു. എന്തിപ്പോൾ എൻ്റെ ചങ്ങായി പറയുന്നു, എവിടെ പോകുമ്പോഴും ഓനെ വിളിക്കുന്നതാ, അന്ന് മാത്രം വിളിച്ചില്ല എന്ന്. ഒരു പ്ലാൻ ഇട്ടത് എന്നെ കൊല്ലാനല്ലേ. നിങ്ങളും കെട്ടില്ലേ ഓൻ്റെ വയസ്സ്. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞു കൊന്നിരിക്കുന്നു. ആണുങ്ങളുണ്ടെങ്കിൽ കൂടെ വരാനാ പറയണ. ഓന് ഒറ്റ മൈൻഡാണ്. ഇപ്പോൾ കണ്ടില്ലേ ഓന് പറഞ്ഞ പോലെ ചെയ്തത്. എന്നെ തല്ലേലും കൊല്ലേലും ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിറയെ തല്ലിയവരുടെ മെസ്സേജ് മാപ്പാക്കണം, അറിയാതെ ചെയ്തതാണ്, ഇങ്ങനെ ആവും കരുതിയില്ല എന്നൊക്കെ. ഓനിക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ അല്ലേ? പക്ഷേ എനിക്ക് വേദന ഉണ്ടായത് അതല്ലടാ. ഒന്നും തല്ലുന്നതിൻ്റെ തലേന്ന് ഓരോ എന്നെ കൊല്ലാൻ പ്ലാൻ ഉണ്ടാക്കിയ മെസ്സേജ് കേട്ടപ്പോഴാണ് ശരിക്കും ഞാൻ നെഞ്ചൊന്ന് പെടഞ്ഞത്. ഓര് പറഞ്ഞതൊക്കെ ശരിയാ. കൂട്ടത്തല്ലിനൊന്നും കേസ് അധിക കാലം നീണ്ടു നിൽക്കില്ല എന്ന്. എത്ര ആൾക്കാരാ എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എനിക്ക് വേണ്ടി കരയാൻ. എന്നെ ഇതുവരെ പരിചയമില്ലാത്തവർ പോലും അവരുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുന്നു, എനിക്ക് വേണ്ടി കരയുന്നു. ഞാൻ അറിയാതെ എന്നെ അറിയുന്നവർ എന്നെ കൊന്നവരെ ശപിക്കുന്നു. ഇത്ര ഉപ്പമാറും ഉമ്മമാറും ഇത്താത്തമാറും ഇക്കമാറും ഒക്കെ ആണ് ഉപ്പമാറുമാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത്. മരണം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഞാൻ അങ്ങനെ നിറഞ്ഞു നിൽക്കാണ്. ജാതി മതവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നു, എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നു, എൻ്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ എനിക്കായി ഹാഷ്ടാഗും ജസ്റ്റിസും വേണ്ടിയുള്ള പോരാട്ടവും. എന്തിനാ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആരും ബുദ്ധിമുട്ടണ്ട. ഇത് കേരളമാണ്. ഇവിടെ നിയമത്തിന് വിലയില്ലാതല്ല, പേടിക്കുന്ന നിയമം ഇല്ലാത്തതാണ്. നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയോക്ക്. എന്നെ കൊന്നവർ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ. കൂട്ടത്തല്ലും കൊലപാതകമൊക്കെ അങ്ങനെ നീണ്ടു പോകും. എൻ്റെ ഉപ്പാക്ക് സ്വാധീനമൊന്നുമില്ല, കേസ് എടുത്താനുള്ള പണവുമില്ല. SSLC പരീക്ഷൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഇംഗ്ലീഷും കണക്കുമാണ് എൻ്റെ ഇഷ്ട വിഷയം. ബാക്കിയുള്ള വിഷയത്തിലും ഞാൻ നന്നായി പഠിക്കും. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ 80% മാർക്ക് വാങ്ങി. ഇത്തവണ A+ കിട്ടാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞാൻ. നന്നായി പഠിച്ചു, നന്നായി പരിശ്രമിച്ചു, ഊണും ഉറക്കമില്ലാതെ പഠിച്ചു. പക്ഷേ പരീക്ഷ എഴുതാനുള്ള അവസരമില്ലാതാകുമെന്ന് ഞാൻ ഒരിക്കലും പോലും കരുതിയില്ല. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ ഡിബാർ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. പരീക്ഷയ്ക്ക് നേരം വൈകിയത്തിൽ പരീക്ഷ എഴുതിപ്പിക്കില്ല എന്നും എനിക്കറിയാം. സമ്പൂർണ്ണമായി യൂണിഫോം, ID കാർഡും ഹാൾ ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ എന്നും എനിക്കറിയാമായിരുന്നു. പക്ഷേ സ്വന്തം സഹപാഠിയായ യാതൊരു മനുഷ്യത്വമില്ലാതെ മൃഗീയമായി തലക്കടിച്ചു കൊന്നാൽ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതും ഒരു സമൂഹം മുഴുവനും വിലക്കിയിട്ടും 50-ൽ പരം പോലീസുകാരുടെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് അവരെ പരീക്ഷ എഴുതിപ്പിക്കുമെന്നും ഞാൻ കരുതിയില്ല. വല്ലാതെ വിഷമമായി പോയി. മരിച്ചത് നന്നായി എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോയി. എൻ്റെ എത്ര വലിയ സ്വപ്നമാണ് ഇല്ലാതായത് അറിയാമോ? ഇനി നിങ്ങളോടാണ് സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത്. അനുഭവം കൊണ്ട് പറയാണ്. ചതിയന്മാരുടെ ലോകമാണ്. സ്നേഹത്തിനും മനുഷ്യത്തിനും മനുഷ്യന്റെ ജീവന് പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. യാതൊരുവിധ കാരണവശാലും ആരുമായും അടിയുണ്ടാക്കാനും വഴക്കിനും പ്രശ്നത്തിനും ഒന്നും പോകരുത്. നമ്മൾ കരുതുന്നത് പോലെയല്ല ആരും. ലഹരിയുടെയും കള്ളിൻ്റെയും ബോധമില്ലായ്മയിൽ പലരും ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ സഹപാഠികൾ എന്നെ അടിച്ചു കൊന്നത് നല്ല സ്വബോധത്തിൽ തന്നെയാണ്. പിന്നെ രുചിച്ചു നോക്കാനും കുടിച്ചു നോക്കാനും പല സാധനങ്ങളുമായി പലരും വരും. രക്തപ്പിളപ്പിന്റെ ചൂടിൽ നമുക്ക് എല്ലാത്തിനോടും അപ്പോൾ ഒരു ഹരമാണ്. തല്ലാനും കൊല്ലാനും വഴക്കുണ്ടാക്കാനും കള്ളു കുടിക്കാനും കഞ്ചാവ് വലിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇതൊന്നുമില്ലാതെ സ്വസ്ഥമായി സമാധാനമായി ഒന്ന് ജീവിക്കാനാണ് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട്. എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കാനും നല്ലതും ചീത്തയും മനസ്സിലാക്കി ജീവിക്കാനും സാധിക്കണം. ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ല, അവനവന് വേണ്ടി തന്നെ. നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി. ഉപദേശങ്ങളെ തള്ള വൈബിലേക്കും തന്ത
വൈബിലേക്കും പക്ഷം ചേർക്കാതെ കുറച്ചെങ്കിലും അവരുടെ വാക്കുകൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. നമ്മളെക്കാൾ ജീവിതം പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ് അവർ. പക്വത നിറഞ്ഞ ആളുകൾ നമ്മളെ ഉപദേശിക്കുന്നത് നമ്മുടെ നല്ലതിനു വേണ്ടി മാത്രമാണ്. ആരുടെയെങ്കിലും കഞ്ഞിക്ക് ഇരയാവാനോ സ്വബോധം നശിക്കുന്ന തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ട് തീർക്കാനോ ഉള്ളതല്ല നമ്മുടെ ജീവിതം. എന്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും 2 തവണ ചിന്തിക്കുക, അല്ലെങ്കിൽ നഷ്ടം നമ്മുടെ കുടുംബത്തിന് മാത്രമാണ്. എൻ്റെ അവസ്ഥയും എൻ്റെ ഉമ്മാടും ഉപ്പാടും ഗതിയും ലോകത്തിനി ഒരാൾക്കും വരാതിരിക്കട്ടെ. എന്നെ അറിയാത്ത, ഞാൻ അറിയാത്ത നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പോരാടുന്നത് കാണുമ്പോൾ, ശബ്ദിക്കുന്നത് കാണുമ്പോൾ, സമരം ചെയ്യുന്നത് കാണുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും പടച്ചോൻ എനിക്ക് ജീവൻ തിരിച്ചു തന്നെങ്കിൽ എന്ന് എനിക്ക് വല്ലാണ്ട് പൂതി തോന്നുന്നു. എൻ്റെ ഉപ്പാടെയും ഉമ്മാടെയും കൂടെ നിങ്ങൾ നിൽക്കണം. അവർക്ക് ഇനി താങ്ങും തണലുമായി നിങ്ങളൊക്കെ ഉള്ളൂ. സ്നേഹിച്ചവർക്കും ദ്രോഹിച്ചവർക്കും ശപിച്ചവർക്കും കൊന്നവർക്കും കൊല്ലിപ്പിച്ചവർക്കും കൂടെ നിന്നവർക്കും എനിക്ക് വേണ്ടി വാദിക്കുന്നവർക്കും എല്ലാവർക്കും നന്ദി മാത്രം എന്ന് ഒത്തിരി സ്നേഹത്തോടെ മുഹമ്മദ് ഷഹബാസ്.